കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. രചന അവതരണം മിത്രവിന്ദ. ധരനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാർത്തുവിനോട് പിന്നിലെ വാതിലിൽ കൂടി പോകുവാൻ നിർദ്ദേശം കൊടുത്തു. ധരൻ പെട്ടെന്ന് അവൾ ധരൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എനിക്ക് പേടിയാവുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? ചിലച്ചുകൊണ്ട് നിൽക്കാതെ വേഗം പോടിപ്പൊല്ലേ. അവൻ മുരണ്ടു. കാർത്തു പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. പോലീസ് യൂണിഫോമിൽ ഒരാൾ ധരൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ സബ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ. തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. എന്താണ് സാർ? കാർത്തിക നാരായൺ എന്ന ഈ ഓഫീസിലെ സ്റ്റാഫിനെ താൻ തട്ടിക്കൊണ്ടുപോയി വീട്ടുതടങ്കിൽ വെച്ചിരിക്കുകയാണോ? അയാൾ പരുഷമായി ചോദിച്ചു. വാട്ട് യു മീൻ സർ? ധരൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അധികം ഒച്ചയൊന്നും വെക്കണ്ട. മര്യാദയ്ക്ക് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. സാർ, ഞാനാരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. വീട്ടുതടങ്കലിൽ വെച്ചിട്ടുമില്ല. സാറ് പറയുന്ന കാർത്തിക നാരായൺ എന്ന പെൺകുട്ടി അവളുടെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് പ്രമാണിച്ച് ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. കാർത്തിക ഇന്ന് ഓഫീസിൽ എത്തിയിട്ട് പോലുമില്ല. പിന്നെങ്ങനെയാണ് സാർ ഞാൻ അവളെ തടങ്കലിൽ വെച്ചിരിക്കുന്നത്? കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കൂടുതൽ സീനാക്കുന്നതിന് മുമ്പ് നീ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. തൻ്റെ താടിയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ അവനെ നോക്കി. നാരായണൻ തന്ന കൈക്കൂലി മേടിച്ച് താൻ എന്നെ വിരട്ടണ്ട. അതൊന്നും എൻ്റെ അടുത്ത് ചിലവാകത്തില്ല. ധരനും അയാളുടെ നേർക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. എടാ കൊച്ചനെ, പോയി തരത്തി കളിക്കടാ. ഇല്ലെങ്കിൽ നീ വിവരം അറിയും കേട്ടോ. സകല കളിയും കഴിഞ്ഞു വന്നവനാ സാറേ. അതുകൊണ്ട് ആ വിരട്ടൽ ഇവിടെ മതിയാവില്ല. നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇത് പെണ്ണുകേസാ. നിയമപരമായിട്ട് നീ അവളെ വിവാഹം കഴിച്ചതുമില്ല. ഇന്നും നാളെയും രജിസ്റ്റർ ഓഫീസ് അവധിയാ. അതുകൊണ്ട് വൈകിട്ട് 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ കാർത്തിക അവളുടെ വീട്ടിലെത്തിയിരിക്കണം. അല്ലെങ്കിൽ നീയാണ് അഴി എണ്ണാൻ പോകുന്നത്. അയാൾ എഴുന്നേറ്റു. ഒരു കാര്യം കൂടി തന്നോട് പറഞ്ഞേക്കാം. താൻ പരസ്യമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളോട് ഇഷ്ടമാണെന്നും ഇറങ്ങി വരാനും പറഞ്ഞപ്പോൾ അവൾക്ക് തന്നോട് അങ്ങനെ പ്രണയമില്ലെന്നും തന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് അവൾ ആവശ്യപ്പെട്ടത്. ഇക്കാരണം പറഞ്ഞാണ് അവളുടെ അച്ഛൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആലോചിച്ച് പ്രവർത്തിക്കുക. വെറുതെ എന്തിനാ ഒരു വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കുന്നത്? അതും പറഞ്ഞുകൊണ്ട് എസ് ഐ രാജേന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മിടിക്കുന്ന ഹൃദയവുമായി കാർത്തു അകത്ത് കണ്ണീർ വാർക്കുകയാണ്. ഈശ്വര, ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് താൻ അനുഭവിക്കാൻ പോകുന്നത്? എന്തിനായിരുന്നു തനിക്കിങ്ങനൊരു ജന്മം തന്നത്? കാർത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാർത്തിക, ഡോർ തുറക്ക്. ധരൻ വന്ന് വാതിലിൽ തട്ടിയപ്പോൾ അവൾ പിടഞ്ഞെഴുന്നേറ്റു. വാതിൽ തുറന്നപ്പോൾ കണ്ടു കോപത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ. ഇറങ്ങി വാടി ഇങ്ങോട്ട്. അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ചതും ധരൻ്റെ നെഞ്ചിൽ തട്ടി അവൾ നിന്നു. നിന്റെ തന്ത കൊണ്ടുപോയി കേസ് കൊടുത്തെന്ന്, ഞാൻ നിന്നെ അപഹരിച്ചു കൊണ്ടുവന്നെന്ന്. കാർത്തു ഒന്നും പറയാതെ മുഖം കുനിച്ച് നിന്നതേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്നും നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുവാനാണ് ഞാൻ വന്നതെന്നും നിന്റെ വീട്ടിൽ എല്ലാവരോടും അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ മറുപടി പറഞ്ഞത് എന്താ? ഓർമ്മയുണ്ടോടി പുല്ലേ? ധരൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ആ എൻ്റെ ഗുരുവായൂരപ്പ! അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. നീ പറഞ്ഞിട്ടല്ലേടി അന്ന് ഞാനവിടെ വന്നത്? എന്നിട്ടൊടുക്കം നീയും കൂടി ചേർന്ന് എന്നെ വെട്ടിയാക്കി. വിടില്ല ഞാൻ ഒന്നിനെയും. അതും പറഞ്ഞുകൊണ്ട് കാർത്തുവിനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയിട്ട് ധരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാർത്തുവിനെ അന്വേഷിച്ച് പോലീസ് വന്ന വിവരം ഓഫീസിൽ എല്ലാവരും അറിഞ്ഞിരുന്നു. പക്ഷേ അവൾ ധരൻ്റെ റൂമിലായതിനാൽ ആർക്കും അവിടേക്ക് കയറി ചെല്ലുവാൻ പ്രവേശനവുമില്ല. എന്നാലും എന്താണ് കാരണമെന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു. ധരൻ ആ സമയത്ത് മേനോനെ ഫോണിൽ വിളിക്കുകയാണ്. ഹലോ മോനെ. ആ അച്ഛാ. എടാ, അവന്മാർ നാറിയ കളി പിന്നെയും തുടങ്ങിയല്ലേ? അതേടാ, ഇനി എന്തു ചെയ്യും?
ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവൾ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം കഴിയും. അതിന് യാതൊരു മാറ്റവുമില്ല. മോനെ, പക്ഷെ പോലീസ് നിങ്ങൾ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അവളെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണെന്നും. അച്ഛനെ സമാധാനിപ്പിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ഗിരിയുടെ കോൾ 1-2 തവണ വരുന്നുണ്ടായിരുന്നു. ധരൻ അത്യാവശ്യമായിട്ട് പക്ഷേ വേറെ ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. സംഭാഷണം നീണ്ടുപോയി. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം അവൻ ഗിരിയെ തിരികെ വിളിച്ചു. ഹലോ ഗിരി, എന്താടോ? അത് സാർ, കാർത്തിക റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ട് 1 മണിക്കൂർ മുമ്പ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. വാട്ട്? അവൻ്റെ അലർച്ച കേട്ടതും ഗിരി നടുങ്ങി. ഓ ഷിറ്റ്. ധരൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ മുഖം കോപത്താൽ വലിഞ്ഞു മുറുകി. പെട്ടെന്ന് തന്നെ അവൻ ഫോണെടുത്ത് ലക്ഷ്മിയമ്മയെ വിളിച്ചു. കാർത്തു അവിടേക്ക് വന്നോ എന്ന് ചോദിച്ചു. ഇല്ല മോനെ, എന്താടാ? അവൻ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഈശ്വര, ആ കുട്ടി അവളപ്പോൾ തിരികെ അവളുടെ വീട്ടിലേക്ക് പോയതാണോ മോനെ? അറിയില്ലമ്മേ. അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം തളർച്ചയോടെ സീറ്റിലേക്ക് ചാരിക്കിടന്നു. അപ്പോഴാണ് കാർത്തുവിൻ്റെ മെസ്സേജ് അവൻ്റെ വാട്സപ്പിലേക്ക് വന്നത്. ധരൻ, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ തിരികെ ചെന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ധരനും വിഷമിക്കേണ്ടി വരും. സോറി. അത് കണ്ടതും അവന് ദേഷ്യം ഇരച്ചു കയറി. വീണ്ടും താൻ തോറ്റുപോയല്ലോ എന്ന ചിന്ത അവനെ കടന്നാക്രമിച്ചു. വീട്ടിലെത്തിയ ശേഷം അവൻ ദേവമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. മോനെ, എൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിക്കാതെ. അവരും കരഞ്ഞു പോയിരുന്നു. കാർത്തുമൊക്കെ പേടിയാ മോനെ, അതുകൊണ്ടാണ് അവൾ പോയത്. അവർ മിഴിനീർ വാർത്തു. അയാളുടെ മകളല്ലേ അമ്മേ, ഇങ്ങനെയൊക്കെ അവളും കാണിക്കൂ. അവൾ ആ വീട്ടിൽ എന്നോട് ഇഷ്ടമുള്ള ഏക വ്യക്തിയാണ്. മറ്റാരേക്കാളും അവൾക്ക് എന്നോടായിരുന്നു സ്നേഹം. എന്തിനും ഏതിനും എൻ്റെ കുട്ടിക്ക് ദേവമ്മ മതിയായിരുന്നു. വിമലയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ചെറുപ്പം മുതലേ അവൾ ആ കുട്ടിയെ വേദനിപ്പിക്കും. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ആണായും പെണ്ണായും. എന്നിട്ടാണ് നോർത്തോണം, പാവം കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് കരയും. ഇന്ന് അവൾ പോയത് വിമലയെ പേടിച്ചാണ് മോനെ, എനിക്ക് ഉറപ്പാത്. അവർ നെടുവീർപ്പെട്ടു. അമ്മേ. എന്താ മോനെ? അമ്മയുടെ പേരിലുള്ള സ്വത്തല്ലേ ആ വീടും പറമ്പും ഒക്കെ? അതെ മോനെ, അതെനിക്ക് വേണം. എല്ലാത്തിനെയും അവിടെ നിറക്കി വിട്ടിട്ട് എനിക്കവിടെ കഴിയണം. ധരൻ്റെ തീരുമാനമാണിത്. അത് വേണോ മോനെ? വേണോ അമ്മേ? അത്രയെങ്കിലും അവരോട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അമ്മയുടെ മകനായിട്ട് കഴിയുന്നത്? അവൻ ചാടി എഴുന്നേറ്റു. ധരൻ, നീ കുറച്ച് സാവകാശം കാണിക്കും മോനെ. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. മേനോനും ലക്ഷ്മിയും അവനെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാം വിഫലമായി. 2 ദിവസം കൂടി നമുക്ക് നോക്കാം കാര്യങ്ങൾ ഏതുവരെ പോകുമെന്ന്, എന്നിട്ടാവാം ബാക്കി എന്ന് പറഞ്ഞ് ദേവമ്മ ഒടുവിൽ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ആ സമയത്ത് വിമലയുടെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജീവസ്തവം പോലെ ഇരിക്കുകയാണ് കാർത്തു. അവളുടെ ഇരു കവളിലും വിമല മാറി മാറി അടിച്ചു. പടിപ്പുരയുടെ കോണിൽ നിന്നിരുന്ന പേരമരത്തിൻ്റെ കമ്പൊടിച്ചുകൊണ്ട് വന്നാണ് ബാക്കി പ്രകടനങ്ങൾ മുഴുവൻ. കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടിയിട്ട് യാതൊരു കൂസലുമില്ലാതെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? നിന്നെ എന്തിനാണ് ഞാൻ പെറ്റു വളർത്തിയത്? തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം ഇവിടെ നടക്കില്ല. അതും പറഞ്ഞുകൊണ്ടവർ അവളെ ആഞ്ഞടിച്ചു. നല്ല ഒന്നാന്തരം ഒരു ചെറുക്കൻ്റെ ആലോചന വന്നതാ. എന്നിട്ട് ഒടുക്കം നിന്റെ അച്ഛനും ഞാനും എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടില്ലടി. എൻ്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയപ്പോൾ ഞാൻ തല കുനിക്കേണ്ടി വന്നില്ലടി. എല്ലാത്തിനും കാരണം നീ ഒരുത്തിയല്ലേടി. പേരക്കമ്പ് കൊണ്ട് അവർ അവളെ ആഞ്ഞടിച്ചു. ചെറിയമ്മയും ചെറിയച്ഛനും അച്ഛനുമൊക്കെ വാതിലിൽ ശക്തിയായി മുട്ടുന്നുണ്ട്. വിമലെ മതിയടിച്ചത്, നീയൊന്ന് അടങ്ങ്, ഇല്ലെങ്കിൽ അവൾ മരിച്ചു പോകും. മുത്തശ്ശി വെളിയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇവളിനി ജീവിച്ചിരിക്കുന്നതിലും ഭേദം അതാണമ്മേ നല്ലത്. നമ്മുടെ കുടുംബത്തിന് ഇവൾ ചീത്തപ്പേരുണ്ടാക്കിയില്ലേ? എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ. ഒതുക്കും, നീ അനുഭവിക്കും, നോക്കിക്കോ. അതും പറഞ്ഞുകൊണ്ട്
സ്വയം തന്നെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ച് വിമല ഉറക്കെ കരഞ്ഞു. അമ്മ വാതിൽ തുറന്നപ്പോൾ അച്ഛനും ചെറിയച്ഛനുമൊക്കെ അകത്തേക്ക് പാഞ്ഞു വന്നു. കാർത്തുവാണെങ്കിൽ ആരോടും ഒരക്ഷരം പോലും പറയാതെ കാൽമുട്ടിൽ മുഖം ചേർത്തിരുന്നു. വിമലയപ്പോൾ ബോധം കെട്ട് പോയിരുന്നു. അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് പോയി. കാർത്തു എന്നൊരു കുട്ടി അവിടെ ഇരിപ്പുണ്ടെന്ന് പോലും ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ നിച്ചു മാത്രം അവളുടെ അടുത്ത് വന്നവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, ഒരുപാട് വേദനിച്ചൂല്ലേ? അവളുടെ കൈത്തണ്ടയിൽ തിണിർത്ത് കിടക്കുന്ന അടികൊണ്ട പാടിലേക്ക് നോക്കി അവൻ കരഞ്ഞു. കാർത്തുവിൻ്റെ ഇരുകവളിലും വിമലയുടെ കൈപ്പാട് അങ്ങനെ കിടന്നു. അവളുടെ കീഴ്ചുണ്ട് പൊട്ടി രക്തം കിനിയുന്നുണ്ടായിരുന്നു. നിച്ചുവിനെ നോക്കി അവൾ മെല്ലെ പുഞ്ചിരിച്ചു. കുഴപ്പമില്ല മോനെ, എൻ്റെ മോൻ എണീറ്റ് പോക്കൂ, ഇല്ലെങ്കിൽ നിനക്കും കിട്ടും. അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്ത് കാർത്തു പിന്നെയും മുട്ടിലേക്ക് മുഖം കുമ്പിട്ടിരുന്നു. കുറച്ച് സമയം കൂടി അവളെ നോക്കിയിട്ട് അവൻ പിന്നാമ്പുറത്തുകൂടി മുറ്റത്തേക്കിറങ്ങി. സമയമപ്പോൾ 9 മണിയായിരുന്നു. ഇടവഴി താണ്ടി ധരൻ്റെ വീട്ടിലേക്ക് അവൻ വേഗത്തിൽ ഓടി. തുടരും.